ഇപ്പോൾ എന്ത് സംഭവിക്കുന്നുവിലേക്ക് വീണ്ടും സ്വാഗതം. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അല്പസമയത്തിനകം കോണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. നേതാക്കളോടൊപ്പം അരവിന്ദ് കെജ്രിവാൾ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് സൗത്ത് ഡൽഹി മണ്ഡലത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അരവിന്ദ് കെജ്രിവാൾ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നതാണ്. ബൽറാം, എപ്പോഴേക്ക് ഈ ക്ഷേത്ര ദർശനം, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി കൊണാട്ട് പ്ലേസിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് എത്തും. അദ്ദേഹം അല്പസമയം മുമ്പ് തന്റെ വസതി സിവിൽ ലൈൻസിലുള്ള ഔദ്യോഗിക വസതിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ അടക്കമുള്ളവർക്കൊപ്പം യാത്ര തിരിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കെജ്രിവാൾ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ പൂർത്തിയായിട്ടുണ്ട്. കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ബാരിക്കേഡുകൾ നിരത്തിക്കൊണ്ട് കെജ്രിവാളിന് ക്ഷേത്രത്തിന് നടത്തുന്നതിനായി പ്രത്യേക വഴി ഒരുക്കിയിട്ടുണ്ട് പോലീസ്. 100 കണക്കിന് പോലീസുകാരെ സുരക്ഷയ്ക്കായി ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളും പാർട്ടി പ്രവർത്തകരും അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന അനുയായികൾ എല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡൽഹിയിലെ 3 മന്ത്രിമാർ ഇവിടെ എത്തിയിരിക്കുന്നു. അതിഷി, സൗരവ് ഭരദ്വാജ് എന്നീ മന്ത്രിമാർ, മുതിർന്ന നേതാവ് രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗ് അടക്കമുള്ളവർ ഹനുമാൻ ക്ഷേത്രത്തിൽ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പായി തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കെജ്രിവാൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. നേരത്തെ തന്നെ ജയിലിൽ നിന്നും പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ തന്നെ കെജ്രിവാൾ തന്നെ സ്വീകരിക്കാൻ എത്തിയിരുന്ന അണികളോട് പ്രഖ്യാപിച്ചതാണ് ഈ ക്ഷേത്ര ദർശനം എന്നുള്ളത്. മുദ്രാവാക്യങ്ങൾക്ക് ശേഷം അദ്ദേഹം ഹനുമാൻ സ്വാമിക്ക് നന്ദി പറയുകയും തുടർന്ന് ഇന്ന് 11 മണിക്ക് ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ഇറങ്ങിയുള്ള ആദ്യ പരിപാടിയാണ് ഈ ക്ഷേത്ര ദർശനം എന്നുള്ളത്. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കടുത്ത വാക്കുകൾ അദ്ദേഹം പ്രയോഗിക്കും ഈ ഒരു സാഹചര്യത്തിൽ എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഈ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപത്തേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ക്ഷേത്രത്തിന്റെ മുൻവശത്ത് എത്തിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അരവിന്ദ് കെജ്രിവാൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന്. അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാൾ ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കും. കെജ്രിവാളുമായിട്ടുള്ള വാഹന വ്യൂഹമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം കെജ്രിവാൾ ഹനുമാൻ ക്ഷേത്രത്തിലെത്തും. അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിഷി, സൗരവ് ഭരദ്വാജ് തുടങ്ങിയ മന്ത്രിമാരോ അടക്കമുള്ളവരാണ് അവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ അവിടെ ഉള്ളത്. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, പറഞ്ഞോളൂ. അരവിന്ദ് കെജ്രിവാൾ വ്യൂഹം എത്തിയിരിക്കുന്നു. കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്ഷേത്ര ദർശനം. അദ്ദേഹത്തോടൊപ്പവും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ട്. അദ്ദേഹം ക്ഷേത്രത്തിന്റെ മുൻവശം ഇറങ്ങി അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിലേക്ക് പോലീസ് ഒരുക്കിയ ഈ പ്രത്യേക വഴികൾ, 2 വശവും ബാരിക്കേഡുകൾ നിരത്തി ഒരുക്കിയ പ്രത്യേക വഴിയിലൂടെ അരവിന്ദ് കെജ്രിവാൾ ക്ഷേത്ര ദർശനം നടത്തും. അരവിന്ദ് കെജ്രിവാളിന്റെ ആദ്യ പരിപാടി ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയാണ് ഈ ക്ഷേത്ര ദർശനം എന്നുള്ളത്. അതിനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന് സമീപത്തേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. പോലീസ് നിരത്തിയ ബാരിക്കേഡുകൾക്ക് നടുവിലൂടെ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം എത്തിച്ചേരും. ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ ൾക്ക് പ്രതിരോധമായി ഉയർത്തിയതാണ് ഈ ശ്രീരാമന്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാന്റെ ഭക്തനാണ് താൻ എന്നായിരുന്നു കെജ്രിവാൾ അന്ന് പറഞ്ഞത്. ആ രാഷ്ട്രീയ അന്ന് മുതൽ കൃത്യമായി തന്നെ ഈ ഹനുമാൻ ക്ഷേത്രം ആം ആദ്മി ദർശനം നടത്താറുണ്ട്. സമാനമായ ഒരു നീക്കമാണ് ഇന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഇതാ ഡൽഹി ഹനുമാൻ ക്ഷേത്രത്തിന് സമീപത്തേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ആപ്പിന്റെ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ അദ്ദേഹത്തോട് ഒപ്പമുണ്ട്. ഇതാ കെജ്രിവാൾ ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജയിലിൽ നിന്നും, തിഹാർ ജയിലിൽ നിന്നും ഇറങ്ങിയ ആദ്യ പൊതുപരിപാടിയാണ്. കെജ്രിവാളിനൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും
ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ്. കെജ്രിവാളും ഭഗവത് മാനും മറ്റ് നേതാക്കളും അടങ്ങുന്ന സംഘം ഇപ്പോൾ ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ നേരെ പാർട്ടി ആസ്ഥാനത്തേക്ക് പോകും. ITOയിലുള്ള പാർട്ടി ആസ്ഥാനത്ത് അണികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. നേതാക്കളുമായി ചേർന്ന് ഒരു ചെറിയ യോഗവും അദ്ദേഹം ചേരും. തുടർന്ന് പ്രചാരണത്തിന്റെ ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഈ പാർട്ടി ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം 1 മണിക്ക് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ കെജ്രിവാൾ ഏത് തരത്തിലുള്ള ശൈലിയായിരിക്കും തന്റെ വാക്കുകളിൽ പുറത്തെടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കെജ്രിവാൾ കടുത്ത വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കേസിനെ കുറിച്ച് കെജ്രിവാളിനെ സംസാരിക്കുന്നതിൽ നിന്നും വിലക്കണമെന്ന് ED ആവശ്യപ്പെട്ടെങ്കിലും അതിന് സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. തന്റെ പങ്കിനെ കുറിച്ച് പറയരുത് എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിൽ വെച്ച 5 വ്യവസ്ഥകളിൽ ഒന്ന് ഉള്ളത്. കേസിനെ കുറിച്ചുള്ള രാഷ്ട്രീയമായ പരാമർശങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ നിലവിൽ വിലക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ അധികം പരാമർശിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം കെജ്രിവാൾ ഇന്ന് വൈകിട്ട് 2 റോഡ് പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കെജ്രിവാൾ പ്രചാരണ പരിപാടികളിൽ സജീവമാവുകയാണ്. 4ാം ഘട്ട പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുന്നു. അതിനിടെയാണ് അദ്ദേഹം ഇന്ന് പ്രചാരണത്തിനായി ഇറങ്ങുന്നത്. ഡൽഹിയിൽ 6ാം ഘട്ടത്തിൽ മെയ് 25-നാണ് തെരഞ്ഞെടുപ്പെങ്കിലും സൗത്ത് ഡൽഹിയിലെ പ്രചാരണത്തിനാണ് കെജ്രിവാൾ ഇന്ന് പങ്കെടുക്കുന്നത്. ഇന്ന് 4 മണിക്കും 6 മണിക്കുമായി 2 റോഡ് ഷോകളിൽ അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കും. അടുത്ത ദിവസം മുതൽ അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളുടെ പ്രചാരണ പരിപാടികളുടെ ഷെഡ്യൂൾ ഉൾപ്പെടെ അദ്ദേഹം തയ്യാറാക്കും എന്നാണ് ആപ്പ് കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കെജ്രിവാൾ ഇപ്പോൾ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനൊപ്പം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും ക്ഷേത്ര ദർശനം നടത്തുകയാണ്. മറ്റ് ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ അതിഷി, സഞ്ജയ് സിംഗ്, സൗരഭ് ഭരദ്വാജ് അടക്കമുള്ള നേതാക്കളും ആപ്പിന്റെ MP-മാരും കെജ്രിവാളിനോടൊപ്പം ഈ ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു രാഷ്ട്രീയ സന്ദർഭം കൂടി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു. 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. അപൂർവമായ ഒരു കേസ്, അപൂർവമായ ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള ഒരു ജാമ്യം കൂടിയാണ്, ഇടക്കാല ജാമ്യം കൂടിയാണ് കെജ്രിവാളിന് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അത് പരമാവധി രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുക എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. കെജ്രിവാളിന്റെ ജാമ്യം അത് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും പുതിയ ഊർജം നൽകുമെന്നും കരുത്തേകുമെന്നും പ്രചാരണത്തിൽ കൂടുതൽ കരുത്തോടെ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകും എന്നുമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും മുഴുവൻ നേതാക്കളും പ്രതികരിച്ചത്. അതിനുള്ള ഒരു ആദ്യ സന്ദർഭം, ആദ്യ പൊതുപരിപാടിയാണ് ഈ ക്ഷേത്ര ദർശനം എന്നുള്ളത് കെജ്രിവാളിന്റെ. ഇതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുന്ന ഘട്ടത്തിൽ കെജ്രിവാൾ മാധ്യമങ്ങളോട് സംസാരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 1 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ദീർഘമായ സംഭാഷണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ചെറിയ വാക്കുകളിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്ന് തന്നെയാണ് ഇവിടെ എത്തിയ ആപ്പ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കെജ്രിവാളും ഭഗവത് മാനും മറ്റ് ആപ്പ് നേതാക്കളും ഇപ്പോൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ദർശനം പൂർത്തിയാക്കി ഈ സംഘം ഇവിടെ നിന്നും മടങ്ങും. അതിനുശേഷം പാർട്ടി ആസ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ അടുത്ത പരിപാടി എന്നുള്ളത്. പൊതു ജനങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അവിടെ വെച്ചായിരിക്കും അദ്ദേഹം തന്റെ അണികളെ, പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ അടക്കമുള്ളവരെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. അതിനുശേഷം അതിനുശേഷമായിരിക്കും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുക. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എന്തായിരിക്കും കെജ്രിവാളിന് പറയാനുള്ളത് എന്നാണ് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. കെജ്രിവാളും മറ്റ് നേതാക്കളും ഇപ്പോഴും ക്ഷേത്ര ദർശനം നടത്തുകയാണ്. വേണു.